കച്ചവടം കുറഞ്ഞ മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ധനപ്രതിസന്ധി മറികടക്കാൻ ചില ക്രമീകരണങ്ങൾ വേണ്ടിവരുമെന്നും ഒരു തൊഴിലാളിയെയും പിരിച്ചുവിടില്ലെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നഷ്ടത്തിലുള്ള മാവേലി സ്റ്റോറുകളുടെ കണക്കെടുക്കാൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. ായതിനാൽ വിതരണക്കാർ സഹകരിക്കുന്നില്ല. ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യാൻ പോലും പണമില്ല. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് ഭക്ഷ്യവകുപ്പ്. ആകെയുള്ള 922 മാവേലി സ്റ്റോറുകളിൽ 10% കടുത്ത നഷ്ടത്തിലാണെന്നാണ് വിലയിരുത്തൽ. ലാഭകരമല്ലാത്ത കടകളുടെ കണക്കെടുക്കാൻ ഭക്ഷ്യവകുപ്പ് സപ്ലൈകോ CMDക്ക് നിർദ്ദേശം നൽകി. നഷ്ടത്തിലുള്ള കടകൾ അടച്ചുപൂട്ടാനാണ് നീക്കം. എന്നാൽ വാർത്ത നിഷേധിച്ച മന്ത്രി കണക്കെടുക്കുന്നത് മാനേജ്മെന്റിന്റെ സ്വാഭാവിക നടപടി മാത്രമെന്ന് പറഞ്ഞു. മാവേലി സ്റ്റോറൊന്നും അടച്ചുപൂട്ടാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ല. മാവേലി സ്റ്റോർ ഇന്നത്തെ പ്രതിസന്ധി പരിഹരിച്ച് മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ധനപ്രയാസങ്ങൾ വല്ലാതെ ആ സ്ഥാപനത്തെ അലട്ടുന്നുണ്ട്. അതെന്ത് വേണമെന്ന് അതിൻ്റെ മാനേജ്മെൻറ്റ് നിലയ്ക്ക് തന്നെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ചില ക്രമീകരണങ്ങൾ ഭാവിയിൽ വരുത്തേണ്ടി വരും. മാവേലി സ്റ്റോറുകൾക്ക് പുറമെ 581 സൂപ്പർ മാർക്കറ്റുകളും 6 ഹൈപ്പർ മാർക്കറ്റുകളും സപ്ലൈകോയ്ക്കുണ്ട്. മാവേലി സ്റ്റോറുകൾ കുറച്ച് സൂപ്പർ മാർക്കറ്റുകൾ കൂട്ടണമെന്ന നിർദ്ദേശവും സപ്ലൈകോയുടെ മുന്നിലുണ്ട്. സർക്കാരിന്റെ അഭിമാനമായിരുന്ന സ്ഥാപനമാണ് ഈ ഒഴിഞ്ഞ റാക്കുകളുമായി തകർന്നുകൊണ്ടിരിക്കുന്നത്. മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും സർക്കാർ അവഗണന തുടർന്നാൽ കടകൾ അടച്ചുപൂട്ടാതെ മറ്റു നിവർത്തിയില്ല. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.